ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ചെടീൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു ചെടിയാണ് ഇത്. അതേമാതിരിയുള്ള വേറൊരു ചെടിയാണ് അതിൻ്റെ ഇച്ചിരി ഇതുള്ളത്. ഇത് ഒരു കറ്റാർവാഴയാണ്. പിന്നെ അവിടെ ഇച്ചിരി ചെടിയുണ്ട്, അതേമാതിരത്തെ 2-3 ചെടിയുണ്ട്. പിന്നെ പേരറിയാത്ത ഏതൊരു ചെടിയുണ്ട്. പിന്നെ കറ്റാർവാഴയും ആ ചെടിയും കറ്റാർവാഴയും ആ ചെടിയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഒരു വലിയ ചെടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ കൂർപ്പനെ നിൽക്കുന്നതും ഇത് സദാ ഉള്ളൊരു ചെടിയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള. ഇത് ഞങ്ങളെ വീട്ടിലുള്ള മണി പ്ലാന്റ് കേട്ടോ. നല്ല ഐശ്വര്യമൊക്കെ കിട്ടുമെന്നാണ് പറയാറ്. ഇതെൻ്റെ വീട്ടിൽ ഒരെണ്ണമാണ് ഉള്ളത് കേട്ടോ. നല്ല രസമാണ്. ഇതെൻ്റെ വീട്ടിലുള്ള ഓരോരോ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. ഇത് അങ്ങനത്തെ ചെടികളാണ്. നല്ല നല്ല ചെടികളുണ്ട് എൻ്റെ വീട്ടിൽ. നല്ല നല്ല രസവുമാണ്. ഇതെൻ്റെ വീട്ടിലുള്ള റോസയാണ് കേട്ടോ. എൻ്റെ ഉമ്മമ്മ നട്ടതാണ്. ഉമ്മച്ചി ആ വശത്തോട്ടൊന്നും വരാറില്ല. ഞാനും ഉമ്മമ്മയാണ് വെള്ളമൊക്കെ വയ്ക്കാറ്. അതേമാതിരി വേറൊരു ചെടിയാണ്. ഇതും റോസിനെ പോലെയുള്ള കാശിത്തുമ്പയാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലുള്ള. നല്ല രസമാണ് അത്. ഇത് വേറെ എന്തോ ഒരു ചെടിയാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പേരൊന്നും അറിയില്ല. ഞങ്ങളെ വീട്ടിലുള്ള ചെത്തിപ്പൂവാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല രസമാണ് അതൊക്കെ കാണാൻ. ഇത് ഒരു ഇല മാതിരിയുള്ള മഞ്ഞ പച്ചയൊക്കെ മിക്സായുള്ള. പിന്നെ ഇവിടെ വരുന്നത് കടലാസ് പൂവാണ്. ഇങ്ങനെ റാ ആയിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. റാ ആയിട്ട് ഇങ്ങനെ ആർച്ച് മാതിരിയാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള ഓരോരോ ചെടിയാണ്. നല്ല രസമുള്ള, നല്ല കാണാനൊക്കെ ഭംഗിയുള്ള ഓരോരോ കുറേ ചെടികളുണ്ട്. അതൊക്കെയാണ് നല്ല ഭംഗിയുള്ള നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇത് ഞങ്ങളെ വീട്ടിലുള്ള ഒരു കടലാസ് പൂവാണ് റോഡ് സൈഡിൻ്റെ ആയിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. ഇപ്പോൾ അതിൽ പൂവില്ല, അതുകൊണ്ടാണ് എല്ലാവരും വന്ന് ചോദിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാറുമുണ്ട്. എല്ലാവർക്കും പൂന്തോട്ടം ഇഷ്ടമായോ? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. നിങ്ങൾക്കും ഇങ്ങനെ പൂന്തോട്ടം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.